Hi Makale, welcome back to Agen Learning. It's me Fasil and yes, this is me Aslam. So മക്കളെ നിങ്ങൾ കൃത്യമായിട്ട് അറിയാം +2 എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല ആൾക്കാർക്കും ചെറിയ പോകുന്ന വഴിയിൽ ചെറിയ പാളിച്ച പറ്റിയ ആൾക്കാരുണ്ട്. അവർക്കുള്ള സൊല്യൂഷൻ ആണെന്ത് നമ്മുടെ സേ ആൻഡ് ഇംപ്രൂവ്മെന്റ്. അതായത് നമ്മുടെ ഫുൾ എ പ്ലസ് കിട്ടാതെ ഇപ്പൊ എല്ലാ ഫുൾ എ പ്ലസ് കിട്ടിയവർക്ക് മൊമെന്റ് ഒക്കെ ആയിട്ട് വൻ പ്രോഗ്രാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകന്റെ പ്രോഗ്രാം ഒക്കെ നടന്നു പോകുന്നില്ലേ. അപ്പോ ചില കുട്ടികൾക്ക് ചെറിയ മാർക്കിനൊക്കെ മിസ്സായി എ പ്ലസ് മിസ്സായി പോയി, അല്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടിയേനെ എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലെ. ഇംപ്രൂവ്മെന്റ് എക്സാമും പിന്നെ അതേപോലെ പാളി പോയ ആൾക്കാർക്കുള്ള സേ എക്സാമും അതിന്റെ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഡേറ്റ് നമുക്കറിയാം 12-ാം തീയതി മുതൽ ജൂൺ 12 മുതൽ 20 വരെയാണ്. പക്ഷെ അതിന്റെ ടൈം ടേബിൾ ഇപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഔട്ട് ചെയ്തിട്ടുള്ളത്. ടൈം ടേബിളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് ഈ ഒരു കുറഞ്ഞ സമയം അല്ലെ, കുറച്ച് സമയമേ ഉള്ളൂ ഇനി അടുത്ത മാസം 12-ാം തീയതി. അപ്പൊ ആ ഒരു ടൈം ഗ്യാപ്പിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ നമ്മൾ വിചാരിച്ച മാർക്ക് ഇപ്പൊ സാറേ നമുക്ക് എല്ലാവരുടെയും ലക്ഷ്യം എന്താ, +2 കഴിഞ്ഞിട്ട് നല്ലൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുക, ബിടെക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സ്, MBBS ഒരുപാട് ഡിഗ്രി ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും മൈൻഡിൽ ഇങ്ങനെ ഏത് കോളേജ് വേണം. അപ്പോ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ അടുത്ത് അവര് വിചാരിച്ച കോളേജിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പെർസെന്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1% മാറിയ വരെ നമുക്ക് സീറ്റ് പോകും. ഒരു മാർക്കിൽ അതെ, അതാണ് അവസ്ഥ. അപ്പോ പെർസെന്റേജ് ഒന്ന് കൂട്ടണം. എനിക്കിപ്പോ കിട്ടിയ പെർസെന്റേജ് പോരാ, എനിക്ക് കുറച്ചും കൂടെ വേണം. ഒരു അലോട്ട്മെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഒരു പ്ലേസ്മെന്റ് എനിക്ക് ആ ഒരു കോളേജ് തന്നെ കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാർക്ക് കൂട്ടണം എന്നൊക്കെ നമ്മുടെ മൈൻഡിൽ ഇപ്പൊ വന്നിട്ടുണ്ടാവും. അന്ന് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. അന്ന് ഈ +2 ഒന്ന് എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്നുള്ള മൈൻഡ് ആയിരിക്കും. ഇപ്പൊ മാർക്ക് വേണം അല്ലെ. വേണ്ടി നിങ്ങൾ എന്താക്കുക, കഷ്ടപ്പെട്ട് പഠിച്ചെന്താക്കുക, ആ മാർക്കിലേക്ക് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്കിലേക്ക് എത്താൻ ശ്രമിക്കുക. അതിന് ടൈം ടേബിൾ വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ വേഗം നമുക്ക് ടൈം ടേബിൾ നോക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക മക്കളെ. അതെ, +2 സേ ആൻഡ് ഇംപ്രൂവ്മെന്റ്. അതായത് സാറേ വേറൊരു കാര്യം കൂടെ പറയാൻ, സേ എക്സാമും കൂടി ഉണ്ട്. അതത്ര മോശമൊന്നുമല്ല. ചിലപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിന്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ശരിക്കും അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പേപ്പർ 2 പേപ്പറൊക്കെ അതെ പാളിപ്പോയിട്ടുണ്ടാവാം. സോ അതൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് നമുക്ക് ഈ വർഷം തന്നെ +2 അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള അവസരം, മാർക്ക് കൂടാനുള്ള അവസരമാണ് സേ ആൻഡ് ഇംപ്രൂവ്മെന്റ് എക്സാം. സോ ടൈം ടേബിൾ നമുക്ക് 12-ാം തീയതിയാണ്, 12-ാം തീയതി വെനസ്ഡേ ആണ് നമ്മുടെ ഇംപ്രൂവ്മെന്റ് സേ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർനൂണും ആഫ്റ്റർനൂണും നമുക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ബാച്ചിന് ഒരു സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് എങ്ങനെയൊക്കെയാന്നുള്ളത് നോക്കാം. അപ്പൊ സാറേ ഫോർനൂണിൽ ഏതൊക്കെയാണ്? പാർട്ട് 2 ലാംഗ്വേജസ് ആണ്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. കമ്പ്യൂട്ടർ സയൻസ് അല്ല, കമ്പ്യൂട്ടർ സയൻസ് അല്ല ഇട്ടത്. നമ്മള് കമ്പ്യൂട്ടർ സയൻസ് ബാച്ച് +2 +1 കമ്പ്യൂട്ടർ സയൻസ് എടുത്തവരില്ലേ, അതല്ല ഇത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എടുത്ത മക്കൾക്കാണ്. കോഴ്സ് എടുത്ത ആൾക്കാർക്ക് മനസ്സിലാവും കൃത്യമായി എന്താന്നുള്ളത്. അപ്പൊ പാർട്ട് 2 ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന മലയാളം, ഹിന്ദി, അറബിക്, അങ്ങനെ സെക്കൻഡ് ലാംഗ്വേജുകളാണ് മക്കളെ. ഫസ്റ്റ് എക്സാം വരുന്നത് അത് ഫോർനൂൺ ആണ്. പിന്നെ ആഫ്റ്റർനൂൺ വരുമ്പോ ഏതൊക്കെയാണ്? നമ്മുടെ കെമിസ്ട്രി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. സോ കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കൊക്കെ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി. അപ്പോ സാർ നമ്മളിപ്പോ ടൈം ടേബിൾ ഫസ്റ്റ് ഡേ പറഞ്ഞ സമയത്ത് ഒരു കണ്ടു. അതായത് സയൻസ് മാത്രമല്ല നമ്മൾ പറയുന്നത്, മൊത്തം +2 എടുത്ത ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, എല്ലാവർക്കും ഉണ്ട്. അപ്പോ നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. +2 പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, നിങ്ങളുടെ സ്കൂളിലുള്ള എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. സേ ആൻഡ് ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ കറക്റ്റ് ടൈം ടേബിൾ ഉച്ചക്ക് ഏതാണ്, ഉച്ചക്ക് ശേഷം ഉച്ചക്ക് മുമ്പ് അല്ലെ, ഉച്ചക്ക് മുമ്പ് ഏതാണ് എന്നൊക്കെ കറക്റ്റ് അറിയാം. ദെൻ അല്ലാതെ സയൻസ് പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ. പിന്നെ ഇതിന് ടൈമും നമ്മൾ കൃത്യമായിട്ട് പറയും കേട്ടോ. ഇനി നമുക്ക് വരാണ് അടുത്ത 13-ാം തീയതി, തൊട്ടടുത്ത ദിവസം തന്നെ. അത് ഫോർനൂൺ വരുന്നത് പാർട്ട് 1 ഇംഗ്ലീഷ് ആണ്. അതെ, എല്ലാവർക്കും ഒരേപോലെയാണ്. എല്ലാ കോഴ്സ് എടുത്തവർക്കും ഒരേപോലെ. സ്ട്രീം ആണെങ്കിൽ അവർക്ക് സെയിം ആണ്, ഇംഗ്ലീഷ് ആണ്. പിന്നെ ആഫ്റ്റർനൂൺ വരുമ്പോഴാണ് ആഫ്റ്റർനൂൺ ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ജോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, നമ്മുടെ സയൻസുകാർക്ക് ഇല്ല. സയൻസുകാർക്ക് അപ്പൊ 13-ാം തീയതി ആഫ്റ്റർനൂൺ ഇല്ല, ഫോർനൂൺ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ജോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി ആൻഡ് അക്കൗണ്ടൻസി ആണ് ആഫ്റ്റർനൂൺ വരുന്നത്. തൊട്ടടുത്ത ദിവസം വരുമ്പോൾ ഫ്രൈഡേ ആട്ടോ മക്കളെ, ഫോർനൂൺ മാത്തമാറ്റിക്സ്. മക്കളെ മാത്സിന് ഒന്നും കൂടെ സ്ട്രോങ് ആക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ പെട്ടെന്ന്
ദാ 14-ാം തീയതിയാണ് ഫ്രൈഡേ അല്ലെ? ഫ്രൈഡേ ആണ്, ഫോർനൂൺ ആണ്. പിന്നെ പാർട്ട് 3 ലാംഗ്വേജ് സാൻസ്ക്രിറ്റ് ശാസ്ത്ര സൈക്കോളജി ആണ് വരുന്നത്. പാർട്ട് 3 ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സയൻസ് എടുത്ത ആൾക്കാർക്കും ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. അത് ആ ഒരു സ്ട്രീം എടുത്ത ആൾക്കാർക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. പിന്നെ വരുന്നു ആഫ്റ്റർനൂൺ വരുമ്പോൾ ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഡൊമിനേറ്റിംഗ്. കമ്പ്യൂട്ടർ സയൻസ് ആഫ്റ്റർനൂൺ ആണ്, ഫോർനൂൺ മാത്സ് ഉണ്ട്. അപ്പൊ മാത്സും കമ്പ്യൂട്ടർ സയൻസും എക്സാം എഴുതുന്ന ഇംപ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്നവർക്ക് ഇംപ്രൂവ്മെന്റ് ഒന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് എക്സാം ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട്. അങ്ങനെ വരാൻ ചാൻസ്. പക്ഷെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് എല്ലാവരും പാസ് ആയിട്ടുണ്ട്, അപൂർവമായിട്ടൊക്കെ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവര് യൂസ്ഫുൾ ആയിട്ട് നോക്കിക്കോളൂ. ആഫ്റ്റർനൂൺ ആണ് എക്സാം വരുന്നത്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, 12 ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കാനേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആണെങ്കിൽ 14-ാം തീയതി കഴിഞ്ഞിട്ട് 19-ാം തീയതിയാണ് പിന്നെ എക്സാം. ഫ്രൈഡേ 14-ാം തീയതി ഫ്രൈഡേ കഴിഞ്ഞിട്ട് 19-ാം തീയതി ബുധനാഴ്ചയാണ് എക്സാം. ഗ്യാപ്പ് കിട്ടുന്നത്. ആ ഭാഗ്യവാന്മാർ ആരാണ്? ഫിസിക്സ് അതുപോലെ തന്നെ സോഷ്യോളജി, ആന്ത്രോപോളജി ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നവരാണ്. ഫിസിക്സിന് അവർക്ക് 5 ഡേ ആണ് ഗ്യാപ്പ് കിട്ടുന്നത്. ഫിസിക്സ് ചെയ്യുന്ന ആൾക്കാർ ഭാഗ്യവാന്മാരല്ലേ, സെറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ആണെങ്കിൽ അവിടെ ഒരു കാര്യമുണ്ട്, സയൻസ് ഇല്ല. എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് ആണ് ആഫ്റ്റർനൂൺ വരുന്നത്. പിന്നെ 20-ാം തീയതി ആണ് ഫോർനൂൺ മാത്രമേ, അതായത് ബയോളജി. പിന്നെ ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സാൻസ്ക്രിറ്റ് സാഹിത്യ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇതാണ് നമ്മുടെ ടൈം. അപ്പൊ ബികോം ആണ്. കൊമേഴ്സ് എടുത്തവരൊക്കെയാണ് കമ്പ്യൂട്ടർ ബികോം പിന്നെ വരും. കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തവർക്കൊക്കെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സിമ്പിൾ ആയിട്ട് 20-ാം തീയതിയാണ് ഉള്ളത്. അപ്പൊ അത്രയും ടൈം ഗ്യാപ്പ് ഉണ്ടല്ലേ? നല്ലൊരു ടൈം ഗ്യാപ്പ്. ഇംപ്രൂവ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബയോളജി ഇംപ്രൂവ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. ഇവർക്ക് കറക്റ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇംപ്രൂവ് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും, ഏതിൽ ഫോക്കസ് ചെയ്യണം, ഏതിലേക്കാണ് നമുക്ക് ഗ്യാപ്പ് കിട്ടുക, അങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് എന്താക്കാം ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നത് ഭയങ്കര. അതുപോലെ തന്നെ സാറേ, നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് മൈൻഡിനൊരു, അതായത് സ്റ്റുഡൻസ് തന്നെയാണല്ലോ. അപ്പോ സ്റ്റുഡൻസിനൊക്കെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഒരുപാട് സമയം, ഇപ്പൊ 2 വർഷം +1 +2 നമ്മൾ പഠിച്ചു. അപ്പോഴൊന്നും നമ്മൾ നാളെ എന്ന് പറഞ്ഞിട്ട്, അതെ, പുള്ളി ഭയങ്കര നോളജ് ഇല്ല, അതെ, ഗ്യാപ്പ് കിട്ടിയ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത്, അതായത് നാളെ എന്ന് മാറ്റി വെക്കും. അപ്പൊ പബ്ലിക് എക്സാമിന്റെ ടൈം ടേബിൾ വരുന്ന സമയത്ത് വരെ അവര് അതുവരെ ഇങ്ങനെ കളിച്ച് നടന്നു. ടൈം ടേബിൾ വന്നപ്പോ പാനിക് ആയിട്ട് പെട്ടെന്ന് പഠിച്ചെടുത്ത് എക്സാം എഴുതിയവരാണ്. ആ സമയത്ത് കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമ്മുടെ കൂടെ ഉള്ളവരുടെ റിസൾട്ട് ഒക്കെ വന്നു, നമ്മളതും വന്നു. ദെൻ അപ്പൊ നമുക്ക് കുറച്ച് കുറഞ്ഞു, നമുക്ക് മെന്റലി നമുക്ക് ഒന്നും കൂടെ പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ എനിക്കൊക്കെ തോന്നാറുണ്ട്, ഇപ്പൊ +2 ഒന്നും അടിപൊളിയായിരുന്നെങ്കിൽ, അതെ, ഒന്നും കൂടെ ഒന്ന് മെച്ചപ്പെടാമായിരുന്നു എന്ന്. ഇപ്പൊ മെച്ചപ്പെട്ടിട്ടില്ല എന്നല്ല, അപ്പൊ ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് മെച്ചപ്പെട്ടിട്ടുണ്ടോ അത് വേറെ കാര്യം. നമ്മൾ കൃത്യമായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ട് എന്തായാലും നമ്മൾ മെച്ചപ്പെട്ടിരിക്കും മക്കളെ, ഒരു ഡൗട്ടും വേണ്ട അതില്. അതെ, ഈ ഒരു കുറഞ്ഞ സമയത്തിന് നമുക്ക് യൂസ്ഫുൾ ആണ്. നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ ചാപ്റ്റേഴ്സും എഴുതേണ്ട +1 +2 ചാനലില് നിങ്ങൾക്ക് ഉണ്ട്. +1 എന്തിനാലേ, +2 ചാനലുണ്ട്. സോ +2 ചാനലിൽ ആ ചാപ്റ്റേഴ്സ് ഒക്കെ റിവൈൻഡ് ചെയ്ത് നോക്കുക. അതെ, പിന്നെ ടൈം ഓഫ് എക്സാമിനേഷൻ കാണാൻ പറ്റും. സബ്ജക്ട് വിത്തൗട്ട് പ്രാക്ടിക്കൽസ് ഫോർനൂൺ 9:30 സ്റ്റാർട്ട് ചെയ്തത്, മോർണിംഗ് 9:30 AM സ്റ്റാർട്ട് ചെയ്തിട്ട് 12:15 PM വരെയാണ്, 12:15 വരെ. അതേപോലെ അന്നേ ദിവസം തന്നെ ആഫ്റ്റർനൂണിലുള്ള എക്സാം 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ 4:45 വരെയാണ് എക്സാം ഉള്ളത്. അപ്പൊ ശ്രദ്ധിക്കണം, വിത്തൗട്ട് പ്രാക്ടിക്കൽസ് ആണ്. പിന്നെ ഇൻക്ലൂഡിംഗ് കൂൾ ഓഫ് ടൈം ആണ് എന്ത് ഈ ടൈം പറഞ്ഞിട്ടുള്ളത്. കൂൾ ഓഫ് ടൈം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുക. അപ്പൊ വിത്ത് പ്രാക്ടിക്കൽസ് ആണെങ്കിലോ, വിത്ത് പ്രാക്ടിക്കൽ ആണെങ്കിൽ നോക്കിക്കോ, ബയോളജിയിൽ പ്രാക്ടിക്കൽ ഉണ്ട്, പക്ഷെ അത് എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സമയമാണ്. അത് അവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഫോർനൂൺ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിന് മാറ്റമില്ല, 9:30 സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ എൻഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ 11:45 വരെ ഉള്ളൂ. ഒരു അരമണിക്കൂർ വ്യത്യാസമുണ്ട്. പിന്നെ അതേപോലെ ആഫ്റ്റർനൂൺ അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ടൈം മാറ്റമൊന്നുമില്ല, 2 മണി തന്നെയാണ്. ദെൻ എൻഡിങ് ടൈം 4:15 ഇൻക്ലൂഡിംഗ് കൂൾ ഓഫ് ടൈം 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ബയോളജിയിലേക്ക് വന്നാൽ, എക്സെപ്റ്റ് ബയോളജി പറഞ്ഞത്, ബയോളജി
സ്റ്റാർട്ട് ചെയ്യുന്ന ഫോർനൂൺ ആണ് എക്സാം വരുന്നത്. സോ സ്റ്റാർട്ടിങ് 9:30 AM ആണ്, എൻഡ് ചെയ്യുന്നത് 11:55 AM ഒരു 10 മിനിറ്റ് കൊണ്ട് കൂടുതലാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻക്ലൂഡിംഗ് യെസ്, കൂൾ ഓഫ് ടൈം ആണ്. COT എന്ന് പറഞ്ഞാൽ കൂൾ ഓഫ് ടൈം ആണ്. 25 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും. അതിൽ 15 മിനിറ്റ് ബോട്ടണിക്ക് പാർട്ട് 1 ആയിട്ടുള്ള പാർട്ട് എ എന്ന് പറയുന്ന ബോട്ടണിയാണ്, പാർട്ട് ബി എന്ന് പറയുന്ന സുവോളജി. ഒരു 10 മിനിറ്റ് പ്രിപ്പറേറ്ററി ടൈം വരുന്നുണ്ട്. അതായത് നമ്മൾ ബയോളജി എക്സാം എന്ന് പറയുമ്പോൾ ബോട്ടണി സുവോളജി നമ്മൾ വേറെ വേറെ പഠിക്കുന്നുണ്ടെങ്കിലും കമ്പൈൻ ചെയ്തിട്ടാണ് എക്സാം വരുന്നത് ബയോളജി ആയിട്ട്. അപ്പൊ മക്കൾക്ക് അതൊക്കെ അറിയാം. പിന്നെ ജസ്റ്റ് നമ്മൾ ഒന്നും കൂടി റിമൈൻഡ് ചെയ്തോളാം. ചിലപ്പോ ഇത് വിട്ടുപോയ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടി ഒരു റിമൈൻഡർ ആയിട്ട് നമ്മൾ വെച്ചെന്നുള്ളൂ. സോ മക്കളെ, നിങ്ങളുടെ എക്സാം നിങ്ങൾ എന്താക്കുക, അടിപൊളിയായിട്ട് എഴുതാം. പിന്നെ മക്കളെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഇൻവൈറ്റ് ചെയ്യണം. എന്നിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ മീൻസ് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക, ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. ടൈം ടേബിൾ കൃത്യമായിട്ട് എല്ലാ സ്ട്രീമിന്റെ ടൈം ടേബിൾ ഉണ്ട്. അപ്പൊ ഈ PDF തന്നെ എല്ലാം നമുക്ക് നോട്ട് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ രൂപീകരിക്കാൻ പറ്റും അല്ലേ? അതോടുകൂടി അസ്ലം സാറേ, നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന നമ്മുടെ +2 മക്കൾ ഇതോടുകൂടി എക്സാമോട് കൂടി കഴിഞ്ഞിറങ്ങുകയാണ്. അപ്പോ എല്ലാവർക്കും നല്ലൊരു ഭാവി നമ്മൾ വിഷ് ചെയ്യണം അല്ലെ, നല്ലൊരു ജോബിൽ എത്തിപ്പെടട്ടെ. നിങ്ങളുടെ ഭാവിയിലെ എല്ലാ യാത്രകൾക്കും നമ്മളൊരു വലിയൊരു ഓൾ ദി ബെസ്റ്റ്. അതെ, അവർ നമ്മളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൂടെ ഇങ്ങനെ കാണുന്നുണ്ട്. അതെ, അധ്യാപകർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ടീച്ചിങ് തന്നെയാണ് ചെയ്യുന്നത്, നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഏഗൻ ഫാമിലിയിലുള്ള എല്ലാ ടീച്ചേഴ്സിന്റെയും അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, കോമ്പറ്റീറ്റീവ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ളവരാണ്. സോ അതൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചെയ്താ ഇനി ഭാവിയിൽ ഞങ്ങൾക്ക് നിങ്ങളെ നേരിട്ട് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് അറിയാം. അതെ, വന്ന് കാണണം. നമ്മളെ വഴിയിൽ വെച്ച് കാണുമ്പോഴൊക്കെ പല കുട്ടികളും അറിയുന്നുണ്ട്, വരുന്നുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, നമ്മൾ പഠിപ്പിച്ച മക്കൾ നല്ല നിലയിൽ എത്തുക എന്നുള്ളത്. അപ്പോ ഇനി നിങ്ങളുടെ താഴെയുള്ള, അതായത് +1 ഇപ്പൊ പഠിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ മക്കളൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ ഫാമിലിയിലും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഫ്രണ്ട്സിന്റെ ഒക്കെ അല്ലെ, കൂട്ടുകാരൊക്കെ, അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നിങ്ങൾ ഏഗൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. റിക്വസ്റ്റ് ആണ് ഞങ്ങളുടെ. അതായത് +1 +2 മാത്രമല്ല, 8, 9, 10 ഒക്കെ ട്യൂഷൻ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്, ആപ്പ് ഉണ്ട്. അത് വരിക്കാണ് ഓൾറെഡി നമ്മുടെ ക്ലാസ് കാണുന്ന ആൾക്കാർ. അതെ, നീറ്റ്, JEE, കീം ഒക്കെ ഉണ്ട്. സോ ഞങ്ങൾ എല്ലാവരും 2 കൈ നീട്ടി നിങ്ങളെ സ്വീകരിച്ചതാണ്. ഇനി തുടർന്ന് ഞങ്ങളെ കൂടെ തന്നെ വേണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, നല്ലൊരു പൊസിഷനിലേക്ക് എത്തിച്ചേരണം. ഇനി ഭാവിയിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് ആവുന്നവരൊക്കെ നമ്മുടെ കൂടെ ഇനി ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ക്ലാസ് എടുക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ. നമുക്ക് ഒരുമിച്ച് വർക്ക് ഒക്കെ വേണം, ടീച്ചിങ് താല്പര്യമുള്ളവർക്ക്. നിങ്ങളുടെ ഈ എക്സാമിന് ഇംപ്രൂവ്മെന്റ് എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുക. നമുക്ക് ഓൾ ദി ബെസ്റ്റ് പറയല്ലേ? അതെ, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്.